ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ CS കിരണിനോട് പറയുകയാണ്, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? ഉണ്ടാവും. ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെസ്റ്റോറൻ്റ് അല്ലേ, അവിടെ പല പെണ്ണുങ്ങളും വരും പോകും. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നും അച്ചായൻ്റെ ചോദ്യം. എൻ്റെ അച്ചായ, അകത്ത് വല്ല പെണ്ണ് കാണൽ ചടങ്ങിനുള്ള ഉദ്ദേശമാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. താനാദ്യം അകത്തേക്ക് വേടോ. അപ്പം കിരൺ CS-നെ ഒന്ന് നോക്കുക. എന്താടാ നിന്റെ നോട്ടത്തിൽ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ? എനിക്ക് കള്ള ലക്ഷണമൊന്നുമില്ല, അച്ഛനത് തോന്നുന്നതാ. എന്തായാലും അച്ഛൻ വാ, നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ പറയണം. ഞാൻ വരലൊക്കെ വരാം, പക്ഷേ ഈ വരവ് നിങ്ങളോട് കൂടെ ഉള്ളത് അവസാനത്തെ വരവാക്കി കളയരുത്. ഇല്ല അച്ഛാ, അച്ഛൻ വന്നാട്ടെ. അല്ലെങ്കിലും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ച് പെണ്ണ് കാണാൻ പറ്റുമോ? അച്ഛൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും അച്ചായനും കൂടെ നിർബന്ധിച്ച് CS-നെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അച്ചായൻ്റെ മുഖത്ത് നോക്കി, അച്ചായ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടോ ഇല്ലടോ, തന്നോട് എത്ര പ്രാവശ്യം പറയണം? ഞാൻ വിളിക്കുന്ന എൻ്റെ കർത്താവാണേ, ഞാൻ പറയുന്നത് സത്യമാണ്, താൻ വാടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ കള്ളസത്യമൊക്കെ ഇട്ട് അങ്ങോട്ട് വിളിക്കുക. ഈ സമയം കർത്താവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് നമ്മുടെ CS അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും CS-ൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. ഈശ്വര, ഇവരെനിക്കിട്ടുള്ള പണി വെക്കുകയാണോ? ഇനി അതിനകത്തെങ്ങാനും ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ അത് പണിയാവുമല്ലോ. എടോ ചന്ദ്രസേന, 40 വയസ്സുകാരിയും അവരുടെ വീട്ടുകാരും വിളിച്ചുകൊണ്ടിരിക്കുക. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ല അച്ചായ, എനിക്കിഷ്ടമായില്ല എന്നങ്ങ് പറഞ്ഞേക്ക്. കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഇനിയൊരു കല്യാണം ഞാൻ ചിന്തിക്കുക പോലുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS പറയണം. ശരി, എന്നാൽ പിന്നെ അയാളോട് അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചായൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശ് കിരണിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ, എടാ നീ എന്താ ഇവിടെ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാ. അതൊക്കെ കേട്ടപ്പോൾ കിരൺ, എന്നാൽ നിങ്ങൾ രണ്ടുപേരും ചെല്ലച്ചാ, നിങ്ങൾ രണ്ടുപേരും ചെല്ല്, ഞാൻ കുറച്ച് ഇവനോട് സംസാരിച്ചിട്ട് വരാം. ശരി മോനെ, പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരാം. അങ്കിളെ, ഇതെൻ്റെ ഫ്രണ്ടാ ആദർശ്, മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണറാ. അതൊക്കെ കേട്ടതും, ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ജ്വല്ലറിയെ പറ്റി. സുഖമല്ലേ? സുഖമാണോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക. നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്നും പറഞ്ഞ് CS-നെയും കൂട്ടി അച്ചായനകത്തേക്ക് പോയി. ഈ സമയം നമ്മുടെ കിരൺ ചോദിക്കുക, എങ്ങനെയുണ്ടാ ജീവിതമൊക്കെ, എങ്ങനെ പോകുന്നു? നയന എന്ത് പറയുന്നു? അതൊക്കെ അതിൻ്റേതായ വഴിക്ക് പോകുന്നടാ. എന്താടാ, എന്തു പറ്റി? ഇനിയും നിങ്ങളുടെ പ്രശ്നമൊന്നും തീർന്നില്ലേ? അതെങ്ങനെ തീരാനാടാ? വളഞ്ഞ വഴിയിലൂടെ വന്നവളാണല്ലോ നയന. എടാ, അങ്ങനെ നീ ഒരിക്കലും പറയരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടിയാ നയന അങ്ങനെ മറിഞ്ഞു വരേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നയനക്ക് നിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് നിന്നെയും ആ കുടുംബത്തെ ഇട്ട് പോയാനായിരുന്നു. പക്ഷെ എല്ലാം സഹിച്ചും കഴിച്ചും പിടിച്ചും അവൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ കെട്ടിയ താലിക്ക് അവൾ തരുന്ന മര്യാദ, നിന്നോടുള്ള സ്നേഹം, അതൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കടാ. നീ ഒരു ഇത്തിരി സ്നേഹം നയനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ 100 മടങ്ങ് സ്നേഹം നയന നിനക്ക് തിരിച്ചു തരും. അതല്ലെങ്കിലും അവൾ എനിക്ക് തരുന്നുണ്ട്, പക്ഷെ അത് ആത്മാർത്ഥമാണോ ഇനി നുണയാണോ എന്നൊന്നും എനിക്കറിയില്ലടാ. എടാ, ഒരു ഭാര്യയുടെ സ്നേഹം തിരിച്ചറിയാൻ അവർ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നമ്മൾക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ഭാര്യ. മനസ്സിലായോ? അങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ. ഇപ്പം തന്നെ കല്യാണിയെ നോക്ക്. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അയാൾ എൻ്റെ അടുത്ത് വന്നെന്ന് ഓരോ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും. സരയുനെയാണ് ഞാൻ എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തീരുമായിരുന്നു അതോടുകൂടെയെല്ലാം എന്നൊക്കെ ആദർശിനോട് കിരൺ പറയുകയാണ്. എടാ, അതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ കല്യാണിയെ പോലെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും നയനയ്ക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ പൊട്ടാ, അങ്ങനെ ഇല്ലായിരുന്നെങ്കിലും ഇത്രയൊക്കെ സഹിച്ച് ക്ഷമിച്ചും ആ പെണ്ണ് ആ വീട്ടിൽ നിൽക്കുമായിരുന്നോ? നിൻ്റെ അമ്മ നയനയെ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ നയനയെ സ്നേഹിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോടാ? നിനക്ക് വേണ്ടി ഓരോ വർക്കുകളും ചെയ്തു തരുമ്പോഴും അതിൻ്റെ മനസ്സിൽ എന്തായിരുന്നെന്നറിയാമോ? നീ ഉയരങ്ങളിലേക്ക് എത്തണം, ആ ഒരു വിശ്വാസം കൊണ്ടാണ് നയന നിനക്ക് അത്രയും ഡിസൈനൊക്കെ വരച്ചു തന്നതും അത് സക്സസ് ആയതും. എന്നിട്ടും ഒരിത്തിരി സ്നേഹം നീ നയനയ്ക്ക് കൊടുക്കുന്നുണ്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിരൺ ഉപദേശിക്കുകയാണ് ആദർശിനെ.
ആ സ്നേഹിക്കണമെന്നൊക്കെ ഉണ്ടടാ, പക്ഷെ എന്ത് ചെയ്യാനാ, അതിനിടയിൽ അമ്മ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അമ്മയോടുള്ള സ്നേഹം വേണം. ദേ ആദ്യം നീ നിൻ്റെ ഭാര്യയ്ക്കും സ്നേഹം കൊടുക്ക്, അതിനുശേഷം അമ്മയുടെ കാര്യം നോക്കാം. അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ശരി ആയിക്കോട്ടെ, നിൻ്റെ അമ്മയാണ് നിനക്ക് വലുതെങ്കിൽ നിൻ്റെ അമ്മ കഴിഞ്ഞ് അടുത്ത സ്ഥാനം നയനയ്ക്ക് കൊടുക്ക്. രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്ക്. ഇപ്പോൾ ദേ കല്യാണിക്കറിയാം എനിക്കെൻ്റെ അമ്മയെന്ന് വെച്ച ജീവനാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മയും കല്യാണിയെയും ഞാൻ ഒരേപോലെ സ്നേഹിക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ഒരേപോലെ ഒരേ സമയം ഞാൻ കൊടുക്കാറുമുണ്ട്. അതൊക്കെ കേട്ടതും ആദർശ്, എടാ നിന്നെക്കൊണ്ട് ഇതൊക്കെ കഴിയും, പക്ഷേ എൻ്റെ തലയിൽ ഒരുപാട് വലിയ ഭാരം ഉണ്ടടാ, അതുകൊണ്ട് ആരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ലടാ. അതൊക്കെ പറ്റും. നീ ഒരു കാര്യം ചെയ്, നയനയോട് ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കേ, ചിലപ്പോൾ നിൻ്റെ മനസ്സ് തുറക്കുമ്പോൾ നയനയോടുള്ള ഇഷ്ടം നിനക്ക് കൂടും. അങ്ങനെ ആയാൽ നിന്റെ ജീവിതം തന്നെ മാറി മറിയോ ആദർശേ എന്നൊക്കെ പറയാം. അല്ല നീ എന്താ ഇവിടെ? അതെ, ഞങ്ങളുടെ അച്ഛനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി വന്നതാ. അച്ഛനിട്ടൊരു പണിയോ? അതെ, നിന്നോട് ഞാൻ വൈകാതെ എല്ലാം പറയാം. ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്. നയനയെ സ്നേഹിക്കാൻ തുടങ്ങ്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഉറപ്പായിട്ടും നയന നിനക്ക് 100 മടങ്ങ് സ്നേഹം തിരിച്ചു തരും. എടാ അമ്മയെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത്, അമ്മയോട് സ്നേഹം വേണം. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പെൺകുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷം മാറ്റിവെക്കുക വരെ ചെയ്യാം. അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നീ നയനയെ സങ്കടപ്പെടുത്തരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഉപദേശിക്കുന്നത് കേട്ട് ആദർശിൻ്റെ മനസ്സിൽ സങ്കടമാവുക. ശരിയാണല്ലോ, അവൾ എന്നെ വിശ്വസിച്ച് ഞാൻ കെട്ടിയ താലയും മുറുക്കെ പിടിച്ച് ഇറങ്ങി വന്നവളല്ലേ, അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത് പോലെ സത്യത്തിൽ നയന എല്ലാ അധികാരത്തോടും കൂടെ അനന്തപുരിയിലേക്ക് വന്ന മരുമകളാണ്. പക്ഷേ എന്നിട്ടും അവൾക്കൊരു പരിഗണനയും അമ്മയുള്ളതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുക. എന്നാൽ ശരിയടാ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോവുകയാണ്. ഈ സമയം CS-നെയും അച്ചായനെയാണ് കാണിക്കുന്നത്. CS ആണെങ്കിൽ അവിടെ ഇരുന്ന് മുഷിയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എൻ്റെ അച്ചായനൊന്ന് പറ, ഇത് എത്ര നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്? അതെ, പെട്ടെന്ന് ഭക്ഷണം ഓർഡർ ചെയ്യ്. കിരൺ മോൻ വരട്ടെ. അത് കേട്ടതും കിരൺ വരികയാണ്. അങ്കിളെ എന്തായി, ഭക്ഷണമൊന്നും ഓർഡർ ചെയ്തില്ലേ? ചെയ്തുല്ലോ. അതിനു മുമ്പ് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? എന്നിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ അച്ഛാ? എന്ത് കാര്യം? അത് പിന്നെ അതൊരു കാര്യം. എന്ത് കാര്യമാണെന്ന് പറ. അതെ, ഇനി ഒരു 2 പേരും കൂടെ വരാനുണ്ട്, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അത് കേട്ടതും CS-ൻ്റെ മുഖം അങ്ങ് മാറി. CS തുറച്ചു നോക്കുക. ഏത് 2 പേര് എന്നും ചോദിക്കുകയാണ് CS. എന്നിട്ട് അതൊക്കെയുണ്ട്, ആദ്യം അവർ വരട്ടെ, അതിനുശേഷം തന്നോട് പറയാം. എനിക്കറിയില്ല, ഞാനിപ്പോൾ പോവും. മര്യാദക്ക് പറഞ്ഞോ ആരാ വരുന്നതെന്ന്. അത് കേട്ടതും അച്ചായൻ, എടോ അതൊക്കെ ഉണ്ട്, തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാ. എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് എൻ്റെ മോളും എൻ്റെ ഭാര്യയും. പിന്നെ ഭാര്യയോ? അതിനെ അമ്മ അച്ഛനെ സ്നേഹിച്ചോ? അല്ല അമ്മ അച്ഛനെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നതാ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ്. അങ്ങനെയുള്ളപ്പോൾ അത് കഴിഞ്ഞ് വേറെ ആരോ ഉള്ളത്? അതൊക്കെ ഉണ്ടടോ, താൻ ഇത്തിരി നേരം കൂടെ കാത്തിരിക്കുക. ഇല്ല, എനിക്ക് പറ്റില്ല, ഞാൻ പോവുക, നിങ്ങൾ ഉടായ്പ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് CS വാശി പിടിക്കുക. എന്നാൽ കേട്ടോടോ, നമ്മളിവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ അച്ചായ, ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അത് കേട്ടതും, എടോ താൻ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്ക്. തൻ്റെ ജീവിതം സന്തോഷകരമാവാനും താൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനും വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ എൻ്റെ പുറകെ ഒരു പെണ്ണിനെ കൊണ്ട് നടക്കുന്ന അങ്ങ് നിർത്തണം. എനിക്ക് പറ്റില്ല, എൻ്റെ ഭാര്യയെ മറന്ന് മറ്റൊരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുക. അപ്പോഴേക്കും കല്യാണി കിരണിനെ ഫോൺ വിളിക്കുക. എന്തായി? ആണോ? റെഡിയാണോ? ശരി വരാം എന്ന് പറഞ്ഞുകൊണ്ട് CS-നെ വിളിച്ചുകൊണ്ട് അങ്ങ് മാറുക. അപ്പോഴേക്കും CS, എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ദേ അവിടെ ഒന്ന് വരുന്നുണ്ട് പെണ്ണ് ആരാണെന്ന് അച്ഛനൊന്ന് കാണ്. എടാ നിനക്ക് നാണോ ഇല്ലേ? സ്വന്തം അച്ഛൻ്റെ കല്യാണം നടത്താൻ ഇങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്ന് പോടാ, എനിക്കൊരു പെണ്ണിനെ കാണണ്ട. എൻ്റെ അച്ഛാ, എന്ത് സുന്ദരിയായ പെണ്ണാ! ഇതുപോലെ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ അമ്മയായിട്ട് കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷവും, ഞാൻ നല്ല ഹാപ്പി ആവും അച്ഛാ എന്നൊക്കെ കിരൺ പറയുകയാണ്. അത് കേട്ടതും, നീ ഹാപ്പി ആവാൻ വേണ്ടി എൻ്റെ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടില്ല.
എന്നും തറപ്പിച്ച് പറയുക. അത് കേട്ടിട്ട് കല്യാണി രൂപയും CS ബാക്കിൽ നിന്ന് ചിരിക്കുക. അപ്പോൾ അച്ചായൻ മിണ്ടരുത് കേട്ടോ എന്നും ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. അപ്പോഴേക്കും അച്ചായൻ CS എടോ താനൊന്ന് തിരിഞ്ഞു നോക്ക്, പെണ്ണാരാണെന്ന് തനിക്ക് അറിയണ്ടേ? വേണ്ട, എനിക്കറിയണ്ട, എനിക്കൊരു പെണ്ണിനെ കാണുകയും വേണ്ട എന്നും CS പറയണം. അത് കേട്ടതും നമ്മുടെ കല്യാണി രൂപയിരുന്ന് ചിരിക്കുക. അപ്പോൾ കിരൺ, എൻ്റെ അച്ഛാ, ഓ ഒരു ഒന്നൊന്നര ഭംഗി തന്നെ, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഹാ, നീയേ ഉടായിപ്പ് കാണിച്ച് എന്നെ അങ്ങോട്ട് തിരിയാൻ നോക്കിക്കണ്ട. ഞാൻ തിരിയില്ലെന്ന് പറഞ്ഞാൽ തിരിയില്ല. ഹാ, എൻ്റെ അച്ചാച്ചൻ തിരിയണ്ട. എന്നാൽ പിന്നെ അത് ആരാണെന്നൊന്ന് നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് CS വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന, എല്ലാവരും കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷമാണ് നമ്മുടെ രൂപയും CS ഇനി കല്യാണിയും കിരണും അറിയുന്നത് പോലെ നേർക്കുനേർ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം നടത്താൻ മുന്നിൽ നിൽക്കുകയാണ് കിരണും കല്യാണിയും. അവിടെ വന്നിരിക്കുന്നത് രൂപയാണെന്നറിയാതെ ഒരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കില്ല എന്ന് വാശി കാണിച്ചു നിൽക്കുന്ന CS മുൻപിലേക്ക് രൂപ വരുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാമെന്ന എപ്പിസോഡിനായിട്ട് ഉറപ്പായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.